നമസ്കാരം. ഒരു ദിവസത്തിൽ വെറും 24 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ 24 മണിക്കൂർ എന്നത് വളരെ കുറവാണ് എന്ന്? എങ്കിൽ ഓർക്കുക, നഷ്ടപ്പെട്ട പണം നമുക്ക് വീണ്ടും സമ്പാദിക്കാം. പക്ഷേ കടന്നുപോയ ഒരു സെക്കൻഡ് പോലും ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും തിരികെ തരാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സമയം ചോർത്തിക്കളയുന്ന ടൈം വേസ്റ്റേഴ്സാണ്. ലോകത്തിലെ വലിയൊരു കോടീശ്വരനായ ഇലോൺ മസ്കിനും കഠിനമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും നിങ്ങൾക്കും എനിക്കും ഒരു ദിവസം കൃത്യം 24 മണിക്കൂറാണുള്ളത്. ചിലർ ഈ സമയം കൊണ്ട് വലിയ വിജയങ്ങൾ നേടുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും ഒന്നിനും സമയം തികയുന്നില്ല എന്ന സ്ട്രെസ്സിലാണ്. നമ്മൾ വിചാരിക്കുന്നത് സമയം കുറവായതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എ ലാക്ക് ഓഫ് ടൈം, വി ഹാവ് എ ലാക്ക് ഓഫ് ഡിറക്ഷൻ. അതായത് നമുക്ക് സമയത്തിൻ്റെ കുറവല്ല, കൃത്യമായി ആ സമയത്തെ ക്രമീകരിക്കുന്നതിലാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ തലച്ചോറിലെ ചില ചിന്താരീതികളെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 24 മണിക്കൂറിനെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാൻ സാധിക്കും. ന്യൂറൽ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു ടൈം മാനേജ്മെൻറ്റ് ടിപ്പുകളെ കുറിച്ചല്ല. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള 6 സയൻറ്റിഫിക് സ്റ്റെപ്പുകളാണ്. സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തിരുത്തേണ്ട ചില തെറ്റിദ്ധാരണകൾ അഥവാ മിത്സ് ഉണ്ട്. മിത്ത് നമ്പർ 1: ബിസി ആയിരിക്കുക എന്നാൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുക എന്നാണ്. തെറ്റ്. പലരും രാവിലെ മുതൽ രാത്രി വരെ കഠിനമായി ജോലി ചെയ്യാറുണ്ട്, പക്ഷെ ദിവസാവസാനം കൃത്യമായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതിനെ ആക്ടിവിറ്റി ട്രാപ്പ് എന്ന് വിളിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം, ബിസി ആയിരിക്കുക എന്നതല്ല. മിത്ത് നമ്പർ 2: മൾട്ടി ടാസ്കിങ്. ഒരേ സമയം പഠിക്കുക, മെസ്സേജ് അയയ്ക്കുക, പാട്ട് കേൾക്കുക, ഇത് വലിയ കാര്യമാണെന്ന് വിചാരിച്ചാൽ തെറ്റി. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയൂ. നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോർ ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആണ്. അതായത് വേഗത്തിൽ ഒരു ശ്രദ്ധയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക. ഇത് നമ്മുടെ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി 40% വരെ കുറയ്ക്കാനാണ് സാധ്യത. സമയം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് കാര്യങ്ങളെ മുൻഗണനാ ക്രമത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നതാണ്. ഇതിനായി മുൻ US പ്രസിഡന്റ് ഐസൻഹോവർ ഉപയോഗിച്ചിരുന്ന ഐസൻഹോവർ മാട്രിക്സ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ എല്ലാ ജോലികളെയും 4 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ ഭാഗത്തിൽ അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടവ അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടവ, നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ അല്ലെങ്കിൽ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ്, ഇത് നമ്മൾ ഉടനെ ചെയ്യണം. രണ്ടാമത്തെ ഭാഗത്തിൽ ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ്, പ്രധാനപ്പെട്ടവ എന്നാൽ അത്ര അടിയന്തരമല്ല. നിങ്ങളുടെ ആരോഗ്യം നോക്കുക, എക്സസൈസ് ചെയ്യുന്നത്, പുതിയൊരു സ്കിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള പ്ലാനിങ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ വരുന്നത്. വിജയികളായ മനുഷ്യർ അവരുടെ 70% ചെലവഴിക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് അടിയന്തരമല്ലെങ്കിലും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഭാഗം അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരമായ കാര്യങ്ങളാണ് എന്നാൽ പ്രധാനമല്ല. പെട്ടെന്ന് വരുന്ന അനാവശ്യ കോളുകൾ, ചില മെസ്സേജുകൾ, ഇവ സാധ്യമെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. കാരണം കുറച്ച് വൈകിയാണെങ്കിലും നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. നാലാമത്തെ ഭാഗത്ത് വരുന്നത് നോട്ട് അർജൻറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അടിയന്തരവുമല്ല പ്രധാനവുമല്ല. അനാവശ്യമായ സോഷ്യൽ മീഡിയ കോളിംഗ്, ഒന്നിനു പിറകെ ഒന്നായി വരുന്ന വെബ് സീരീസുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടൈം വേസ്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. അടുത്തത് വളരെ രസകരമായ ഒരു മനഃശാസ്ത്ര നിയമമാണ്, പാർക്കിൻസൺസ് ലോ. വർക്ക് എക്സ്പാൻഡ് സോ ആസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. ലളിതമായി പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം ലഭ്യമാണോ അത്രയും സമയം ആ ജോലി എടുക്കും. ഉദാഹരണത്തിന് ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മാസം സമയം തന്നാൽ നിങ്ങൾ അത് 1 മാസം കൊണ്ടേ തീർക്കൂ. എന്നാൽ 2 ദിവസമേ ഉള്ളൂവെങ്കിൽ നിങ്ങളത് 2 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജോലികൾക്ക് എപ്പോഴും കൃത്യമായും അല്പം ചലഞ്ചിങ്ങുമായുള്ള ഡെഡ് ലൈനുകൾ അല്ലെങ്കിൽ സമയക്രമീകരണങ്ങൾ നടത്തുക. 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു കാര്യത്തിന് 1 മണിക്കൂർ മാത്രം നൽകിയാൽ മതി. നിങ്ങളുടെ ഒരു ദിവസത്തെ സമയം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഇതിനുള്ള മികച്ച വഴിയാണ് ടൈം ബ്ലോക്കിംഗ്. രാവിലെ 9 മുതൽ 11 വരെ പഠനം, 11 മുതൽ 11:30 വരെ വിശ്രമം അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുക. ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ പ്രോജക്റ്റ് വർക്ക്. ഇങ്ങനെ ഒരു ദിവസത്തെ വലിയ ബ്ലോക്കുകളായി തിരിക്കുക. ഈ സമയത്ത് ആ നിശ്ചയിച്ച ജോലി മാത്രമേ ചെയ്യാവൂ. ഇനി ഈ ബ്ലോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പൊമഡോറോ ടെക്നിക് ഉപയോഗിക്കാം.
25 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുക വിത്ത് നോ ഡിസ്ട്രാക്ഷൻസ്. 5 മിനിറ്റ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയോ എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാം. ഈ സൈക്കിൾ 4 തവണ ആവർത്തിച്ച ശേഷം 20 തൊട്ട് 30 വരെ മിനിറ്റുകൾ വലിയൊരു ബ്രേക്ക് എടുക്കുക. ഇത് നമ്മുടെ തലച്ചോറിന് അമിതമായ ക്ഷീണമുണ്ടാകാതെ കൂടുതൽ സമയം പ്രൊഡക്റ്റീവായിരിക്കാൻ സഹായിക്കും. 8-20 റൂൾ. നമ്മുടെ ജീവിതത്തിലെ 80% റിസൾട്ടുകളും ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന 20% എഫേർട്ടിൽ നിന്നാണ്. അതുപോലെ നിങ്ങളുടെ പരീക്ഷയിലെ 80% മാർക്കും വരുന്നത് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20% ഭാഗങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന 20% കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ആ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്തു തീർക്കുക. ഇതിനെയാണ് ബ്രയാൻ ട്രേസി ഈറ്റ് ദ ഫ്രോഗ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കഠിനമായ ജോലികൾ ആദ്യമേ ചെയ്തു തീർത്താൽ ബാക്കി ദിവസം വളരെ എളുപ്പമായി മാറും. സമയപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരോടും സ്വന്തം മനസ്സിനോടും നോ പറയാൻ പഠിക്കുക എന്നത്. ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫോക്കസിങ് ഈസ് അബൌട്ട് സേയിങ് നോ. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ സുഹൃത്തുക്കളുടെ അനാവശ്യ യാത്രകൾ, താല്പര്യമില്ലാത്ത പാർട്ടികൾ അല്ലെങ്കിൽ ഫോണിലെ റീൽസ് എന്നിവ നിങ്ങളെ പ്രലോഭിപ്പിക്കാം. അവിടെ ഒരു ഉറച്ച നോ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിലാകും. ഓർക്കുക, നിങ്ങൾ മറ്റൊരാളുടെ അനാവശ്യമായ ആവശ്യത്തിന് യെസ് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് കൂടിയാണ് നോ പറയുന്നത്. സമയം എന്നത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരേയൊരു സമ്പത്താണ്. നഷ്ടപ്പെട്ട പണം നമുക്ക് വീണ്ടും സമ്പാദിക്കാം, പക്ഷേ കടന്നുപോയ ഒരു സെക്കൻഡ് പോലും ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തിരിച്ചു തരാൻ കഴിയില്ല. ഒരു ജീവിതത്തെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ ദിവസവും 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെയും തലച്ചോറിനെയും കൂടുതൽ മികച്ചതാക്കാനുള്ള ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾക്കായി ന്യൂറൽ നെസ്റ്റ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിവേകത്തോടെ സമയത്തെ ഉപയോഗിക്കൂ, വിജയം നേടൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.